കുടിവെള്ളം തീരെ ലഭിക്കാത്ത നഗരത്തിലെ 51ഇടങ്ങളിൽ കിയോസ്കുകൾ സ്ഥാപിച്ച് വെള്ളമെത്തിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച മുതൽ ത്വരിതഗതിയിൽ കിയോസ്കുകൾ സ്ഥാപിച്ചു തുടങ്ങിയിരുന്നു. വകുപ്പുകൾ തമ്മിലുണ്ടാക്കിയ ധാരണപ്രകാരം കിയോസ്കുകളിൽ ജലം നിറയ്ക്കുന്നത് റവന്യൂ വകുപ്പാണ്. ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടറും. എന്നാൽ 10 കിയോസ്കുകളിൽ മാത്രമാണ് ഇന്നലെ രാത്രി വരെ വെള്ളം നിറച്ചത്. വെള്ളം നിറയ്ക്കുന്നതിനായി 3 ടാങ്കറുകൾ മാത്രമാണ് റവന്യൂ അധികൃതർ ലഭ്യമാക്കിയത്. ഇതുമൂലം ജലക്ഷാമം നേരിടുന്നിടങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള ശ്രമം മന്ദഗതിയിലാണ്. നടപടികൾ ഇഴയുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതേസമയം നെയ്യാറിൽ നിന്നും പേപ്പാറയിലേക്ക് ജലം എത്തിക്കുന്നതിനുള്ള പമ്പിംഗ് മെയ് ആദ്യവാരം നടപ്പാക്കുന്നതിനുള്ള ഊർജിത ശ്രമങ്ങൾ തുടരുകയാണ്. ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് നെയ്യാറിൽ നേരിട്ടെത്തി നിർദ്ദേശങ്ങൾ നൽകി. ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് ഒരു കുറവ് വരുത്താതെ നെയ്യാർ ഡാമിൻ്റെ ഇടതുകര കനാലിലൂടെയും വലതുകര കനാലിലൂടെയും എടുത്ത വെള്ളത്തിന് ഒരു കുറവും വരുത്താതെ തന്നെ സിറ്റിയിലേക്ക് വെള്ളം കൊണ്ടുവരാൻ ശ്രമിക്കും. ഇവിടെയുള്ള ആളുകൾക്ക് ഒരു ഭീതിയും വേണ്ട. ആ വെള്ളത്തിൻ്റെ പങ്കുവയ്ക്കൽ ഒരു കുറവും വരുന്നില്ല. അതേസമയം ആലപ്പുഴയിൽ നിന്നും പമ്പിങ്ങിനായി എത്തിക്കുന്ന ട്രഡ്ജറുകൾ ഇന്ന് തിരുവനന്തപുരത്തെത്തും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.